ഗൈസ്, വിശേഷപ്പെട്ട രണ്ട് തൂവലും തിരക്കി നമ്മൾ കടകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം ഈ ഒരു ഫാൻസി ഷോപ്പിൽ നിന്നും ഇതിന്റെ 2 പീസ് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് മയിൽപീലി കൊണ്ട് മീനിനെ പിടിക്കാനുള്ള പരീക്ഷണത്തിലാണ്. ആദ്യമായി തന്നെ പീലികൾ ഇതുപോലെ അടർത്തിയെടുത്ത് ഈ കാണുന്ന ടൈപ്പ് ചൂണ്ടയിൽ നമ്മൾ ഇത് കെട്ടിയെടുക്കാൻ പോവുകയാണ്. നീളമുള്ള പീലി ആയതുകൊണ്ട് തന്നെ ഇതിനെ ഈ രീതിയിൽ മടക്കി ചൂണ്ടയോട് ചേർത്ത് ലൈൻ ഉപയോഗിച്ച് കെട്ടുവാണ്. കെട്ടിയെടുത്ത ശേഷം ചുനുപ്പുള്ള ഭാഗങ്ങളെല്ലാം കത്രിക ഉപയോഗിച്ച് ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം സെറ്റ് ആണ്. ഇനി ഈ ഐറ്റത്തിന് ആവശ്യം മീൻ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്സാവാതിരിക്കാനുള്ള ഒരു അസിസ്റ്റ് ഹുക്കാണ് കേട്ടോ. ഈ ഒരു ഹുക്കും കൂടി കെട്ടുന്നതോടെ മയിൽപീലി കൊണ്ടുള്ള നമ്മുടെ തുമ്പ് കെട്ടൽ പൂർത്തിയായിട്ടുണ്ട്. മയിൽപീലി ആയതുകൊണ്ട് തന്നെ ഐറ്റം മിനുക്കം കെട്ടുന്ന പോലെ നല്ല രീതിയിൽ തിളങ്ങുന്നതായി കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു ഐറ്റം കൊണ്ട് നമ്മൾ ഒറ്റത്തുമ്പ് അടിച്ച് വലിക്കുന്ന രീതിയിൽ കടലിലടിച്ച് വലിക്കാൻ പോവാണ് കേട്ടോ. തുമ്പ് പോലെ ഇരിക്കുന്നത് കൊണ്ട് മീൻ അടിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിലും ആദ്യമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെയല്ല നമ്മൾ ഇത് കാസ്റ്റ് ചെയ്തത്. പക്ഷേ വലിച്ച് കുറച്ചിഞ്ഞെത്തിയപ്പോ ഒരു യമണ്ടൻ സ്ട്രൈക്ക് തന്നെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം മീൻ പിടിക്കുന്ന പിടുത്തത്തിൽ തന്നെ അടിച്ചിരിക്കുന്നത് ഒരു വറ്റയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല നമ്മുടെ പരീക്ഷണത്തിൽ കിട്ടിയ മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പതിവിലും കൂടുതൽ എക്സൈറ്റ്മെന്റിലുമാണ്. എന്തായാലും അത്യാവശ്യം സൈസുള്ള നല്ലൊരു വറ്റയാണ് നമ്മുടെ മയിൽപീലിയിൽ കയറി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. മയിൽപീലിയെ സ്ട്രൈക്ക് ചെയ്ത് അകത്താക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇതിലെ അസിസ്റ്റ് വായിൽ കയറി തറച്ചാണ് ആശാൻ നമ്മുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. അല്ലേലും ഇതുപോലുള്ള തുമ്പുകൾ കെട്ടുമ്പോൾ ഒരു അസിസ്റ്റ് കൂടി ആഡ് ചെയ്താൽ മിസ്സാവേണ്ട മീൻ കൂടി നമുക്ക് അടിച്ച് കിട്ടുന്നതാണ്. കുറച്ചു നേരം കൊണ്ട് തന്നെ നമ്മുടെ മയിൽപീലി പ്രയോഗത്തിൽ പടപടാന്ന് മീനുകൾ അടിച്ച് കരക്കി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം ഒരു ഒറ്റത്തുമ്പ് കെട്ടുന്നത് പോലെ തന്നെ അത്രയും റിസൾട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിലടിച്ച് കിട്ടുന്നതെല്ലാം അത്യാവശ്യം സൈസുള്ള പാരകളും വറ്റകളുമാണ്. എന്തായാലും മയിൽപീലി സാധനം പവർ തന്നെയാണ് കേട്ടോ.